നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മേഘയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സുശാന്ത് എന്ന IB ഉദ്യോഗസ്ഥനെ അന്വേഷണങ്ങൾക്ക് വിധേയമായിട്ട് ഇതുവരെയായിട്ടും പിടികിട്ടിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഉത്തരവായിട്ടുണ്ട്. വളരെ ആശ്വാസകരമാകുന്നൊരു വാർത്തയാണത്. കാരണം മേഘയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് കൂടെ ജോലിയിലുണ്ടായിരുന്ന IB ഉദ്യോഗസ്ഥനായ സുശാന്തായിരുന്നു. സുശാന്തിനെ ഇതിന് ശേഷം മേഘയുടെ മരണത്തിന് ശേഷം ഒളിവിൽ പോയിരിക്കുകയാണ്. കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല. അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും സുശാന്തിനെ പിടികിട്ടാതെ സുശാന്തിൻ്റെ ഭവനത്തിലും മറ്റ് ആകാവുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ടും സുശാന്തിനെ ഒളിവിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെയും സുശാന്തിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത വളരെയധികം ആശ്വാസകരമായി തോന്നുന്നു. മേഘയെ പ്രണയം നടിച്ച് ചതിക്കുകയായിരുന്നു സുശാന്ത് ചെയ്തത്. അതേസമയം തന്നെ മറ്റ് 2 പെൺകുട്ടികളുമായിട്ടും സുശാന്തിന് പ്രണയമുണ്ടായിരുന്നു. പ്രണയത്തിലാകുന്ന പെൺകുട്ടികളിൽ നിന്ന് സാമ്പത്തികം കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് സുശാന്തിൻ്റെ മെയിൻ പരിപാടി. അതുപോലെ തന്നെ ഇവിടെ മേഘയുടെ കൈവശം വരുന്ന സാലറി മുഴുവനും സുശാന്ത് തൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തെടുക്കുകയും അന്നേ ദിവസം തന്നെ 1 രൂപ പോലും ബാക്കി വെക്കാതെ സുശാന്ത് മേഘയിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു. അതിനുള്ള തെളിവുകളൊക്കെ പുറത്തു വന്നതുകൊണ്ട് തന്നെയും സുശാന്തിനെ അതിശക്തമായിട്ടുള്ള ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന നിയമ നടപടിയിലേക്ക് മാറിയിരിക്കുകയാണ്. സുശാന്ത് എന്ന ചെറുപ്പക്കാരനെ പോലെ ധാരാളം കപട മനുഷ്യർ ഈ ലോകത്തുണ്ട്. അത് തിരിച്ചറിയാൻ പെൺകുട്ടികൾക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. ഇനിയും ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ ഇയാളുടെ വലയിൽ ചെന്ന് പെടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇയാളൊരു പെണ്ണുങ്ങളെ കൈവശപ്പെടുത്താൻ അത്രമേൽ കരുത്താർജിച്ച അത്രമേൽ കഴിവാർജിച്ച ഒരു മനുഷ്യനാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും പെൺകുട്ടികളെ മാനസികമായിട്ട് പിന്നീട് പീഡിപ്പിക്കുകയും മറ്റു തലത്തിൽ ഇവിടെ മേഘ ഗർഭിണിയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെയും മേഘയെ ഗർഭിണിയാക്കിയതിന് ശേഷം പ്രണയം നടിച്ച് ഗർഭിണിയാക്കിയതിന് ശേഷം ഉപേക്ഷിക്കുക എന്ന പരിപാടിയായിരുന്നു. ഇത്തരത്തിൽ എത്ര പെൺകുട്ടികൾ ഇയാളുടെ ചതിയിൽ പെട്ടിട്ടുണ്ടെന്ന് പോലും പുറത്തേക്ക് വാർത്തകൾ വരുന്നതേ ഉള്ളൂ. സുശാന്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും സുശാന്തിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുകയാണ്. IB ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കുറച്ചുകൂടി സ്വകാര്യത ആവശ്യപ്പെടുന്ന ജോലി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പെരുമാറ്റ വൈകൃതം കാണിക്കുന്ന ഇയാളെ പോലുള്ള മനുഷ്യരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട നിയമ നടപടി എന്തുകൊണ്ടും അഭിനന്ദനാർഹം തന്നെയാണ്. അതുകൊണ്ട് മേഘയുടെ ഭവനത്തിൽ മേഘയുടെ പിതാവ് ഇതിനു വേണ്ടിയിട്ട് പിറകെ ഇറങ്ങി നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയും മേഘയ്ക്ക് നല്ലൊരു നീതി നടത്തി കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, വളരെയധികം മാനസിക പീഡനങ്ങളിലൂടെയായിരുന്നു മേഘയും കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിൽ താൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ക്രൂരമായി ചതിക്കപ്പെടുകയും ആയിരുന്നുവെന്നൊക്കെ തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയും മേഘയ്ക്ക് ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നു. അതിന് പ്രേരിപ്പിക്കുകയായിരുന്നു സുശാന്ത് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയും മേഘയ്ക്ക് സമാനമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മറ്റു പെൺകുട്ടികൾക്കും ഇയാളിൽ നിന്നും ഒരു മോചനം ആവശ്യമാണല്ലോ. ഇയാൾ ഒളിവിൽ കഴിയുകയാണ്. എത്രയും വേഗം പിടികിട്ടി ജയിലിലടയ്ക്കുന്നതൊക്കെ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് നീതി കിട്ടുക തന്നെ വേണം. ഇതുപോലെ ചതിയിൽ ചെന്ന് പെടാതിരിക്കാനായിട്ട് പെൺകുട്ടികൾ സൂക്ഷിക്കുകയും വേണം.